ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഈ ഒരു റൈറ്റിംഗ് പാഡിന് നമ്മളൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്. അതും നോർമൽ മേക്ക് ഓവർ ഒന്നുമല്ല. ഇത് വെച്ചിട്ട് നമ്മൾ ഉപയോഗമുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയോ വർഷത്തെ പഴക്കമുള്ള ഒരു ഐറ്റമാണ്. ഒരു തവണ അതിൻ്റെ വൃത്തികേട് മായ്ക്കാനായിട്ട് ഞാനൊന്ന് റാപ്പ് ചെയ്തിരുന്നു. പിന്നെ അതും കേടായപ്പോൾ അത് മാറ്റി വേറൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. ചിലരുടെയെങ്കിലും കയ്യിലുണ്ടാവും ഇങ്ങനത്തെ ഭംഗി കുറഞ്ഞിട്ടുള്ള ഒരു റൈറ്റിംഗ് പാഡ്. അതുണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് കാർഡ്ബോർഡ് എടുത്താലും മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വൃത്തികേട് മായ്ക്കാനായിട്ട് ഇതിനൊന്ന് റാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നോക്കിയിട്ട് ഒരു പീസ് ചാർട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ എന്തെങ്കിലും റാപ്പിംഗ് പേപ്പേഴ്സ്, പ്രിൻറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉള്ള പേപ്പേഴ്സ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ നോർമൽ വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തിട്ട് എന്തെങ്കിലും പിക്ചേഴ്സ് നമ്മളായിട്ട് വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പേസ്റ്റൽ ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് 4 സൈഡിലും ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കില്ലേ ഒരു നോട്ട് പാഡ് ഉണ്ടാക്കിയെടുക്കണം. നോട്ട് പാഡ് ഓർ മെമോ പാഡ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു മിനി വേർഷൻ, നമുക്ക് ഈ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. നോർമൽ മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ ഞാനിവിടെ A4 ആണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ നോട്ട്ബുക്കിൻ്റെ പേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നോട്ട്ബുക്കൊന്നും അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ടാണ് A4 ചെയ്ത് കാണിക്കുന്നത്. ഒരു A4 ഇങ്ങനെ മടക്കിയിട്ട് 8 മടക്കുന്നുണ്ട്. അപ്പോൾ 8 പീസ് കിട്ടും. എന്നിട്ടും അതിൻ്റെ സൈഡിലും ഞാൻ സെയിം ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 നോട്ട് പാഡ് നമുക്ക് ഉണ്ടാക്കണം. ഒന്ന് ഈ ഒരു ഡിസൈന്, രണ്ടാമത്തേത് നമ്മളൊരു റാ ആ ഒരു മോഡലില്ലേ അങ്ങനത്തെ ഒരു ഡിസൈൻ വരച്ചെടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണുള്ളത്. ഇനി നോർമൽ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ്. ഒരു സൈഡിൽ മാത്രം നന്നായിട്ട് ഫെവിക്കോൾ തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക. ഞാനില്ലേ ഇത് ക്ലിപ്പ് ചെയ്യാനായിട്ട് പേപ്പർ ക്ലിപ്പല്ല, ഈ തുണിയൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഡ്രൈ ആക്കാനുള്ള സമയം കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമേ ഗമ്മ് തേച്ചിട്ടുള്ളൂ. അപ്പോൾ രണ്ടും ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും നമുക്ക്. ഇതേപോലെ മറ്റേതും ചെയ്തെടുക്കുക. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഗമ്മ്. അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറിച്ചെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് പേപ്പറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള അത്ര എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു ഡ്രൈ ഇറേസ് ബോർഡാണ്. അങ്ങനെ വലിയ ബോർഡൊന്നുമല്ല, ചെറിയൊരു പീസ് ഓഫ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. OHP ഷീറ്റിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. നമുക്ക് ഈ റിമൈൻഡർ നോട്ട്സൊക്കെ എഴുതാനായിട്ട് ഇത് യൂസ്ഫുള്ളായിരിക്കും. അപ്പം ഞാൻ ഇതും പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് പേസ്റ്റൽ ഗ്രീൻ അടിച്ചിട്ട് ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ് ഷീറ്റിൽ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് സ്ട്രൈപ്പ് ഓഫ് കട്ടിയുള്ള പേപ്പർ എടുക്കുക. അതും ഞാൻ ഈ ഒരു തീമിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നമ്മൾ ഗ്ലാസ് ഷീറ്റിൽ കവർ ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഈ ഒരു ഐറ്റമില്ലേ ഇത് നമുക്ക് പെൻ ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടെ വേണം. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ എല്ലാ ഐറ്റത്തിനെയും കൂടി നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഉണ്ടാക്കി വെച്ച ആ ഒരു റൈറ്റിംഗ് പാഡില്ലേ അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 മെമ്മോ പാഡും ഞാൻ ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഒരു റിമൈൻഡർ നോട്ട് എഴുതാനായിട്ടുള്ള ആ ഒരു ഡ്രൈ ഇറേസ് ബോർഡില്ലേ അത് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് അതിൻ്റെ ആ ഒരു സ്പേസ്, നിങ്ങൾ എടുത്തിട്ടുള്ള ബോർഡിൻ്റെ സ്പേസ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഒട്ടിക്കാനായിട്ട് പറ്റും. ഇനി മോർ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു റിമൈൻഡർ നോട്ടും പെൻ ഹോൾഡറും മെമോ പാഡും മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലും ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നോക്കിയിട്ട് ചെയ്യാം.
ഇനിയില്ലേ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ കലണ്ടർ വെക്കാനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ കലണ്ടറിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി വെക്കാനായിട്ട് പറ്റും. ഇനിയില്ലേ ഈ താഴെയുള്ള ഒരു പോർഷനില്ലേ ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാമെന്ന് കരുതി ഒരു 3 സർക്കിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് പെന്നും കൂടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് പ്ലാനർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുക. നമുക്ക് അപ്പോൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. സ്റ്റുഡൻസിനായാലും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആയാലും ഇത് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എക്സാം ടൈം ആണല്ലോ, അപ്പോൾ ഒരു സ്റ്റഡി പ്ലാനർ പോലെയൊക്കെ ഇത് യൂസ് ആക്കാൻ പറ്റും. അതായത് ആ കലണ്ടറിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ടൈം ടേബിളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അങ്ങനത്തെ പ്ലാനിങ്സ് ഒക്കെ ഇത് വെച്ചിട്ട് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ആൻഡ് ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട.